പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സൂപ്പർ താരമായിട്ടുള്ള റോഡ്രിയെ ബാഴ്സ സ്വന്തമാക്കിയേക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഫാബ്രിസിയോ അടക്കമുള്ളവരെല്ലാം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം റയൽ മാഡ്രിഡ് തന്നെയായിരുന്നു റോഡ്രിയുടെ കാര്യത്തിൽ മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ ചാൻസ് കൽപ്പിക്കുന്നത് ബാഴ്സലോണയ്ക്ക് തന്നെയാണ്. റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: റോഡ്രി ഇന്ന് ബാഴ്സലോണയിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. അടുത്തതായി കരാർ വ്യവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം അവരെ അറിയിച്ചു. മാഞ്ചസ്റ്റർ സിറ്റിയുമായി റയൽ മാഡ്രിഡ് ചർച്ചകൾ നടത്തിയതിന് പിന്നാലെ റോഡ്രി ബാഴ്സലോണയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആദ്യമായി തീരുമാനിക്കുന്നത്. മറ്റൊരു കാര്യം, റയൽ മാഡ്രിഡും നിലവിൽ റോഡ്രിക്ക് വേണ്ടി രംഗത്തുണ്ട്. റിയൽ മാഡ്രിഡും താരത്തിന് വേണ്ടി രംഗത്തുള്ളത് കൊണ്ട് തന്നെ ബാഴ്സലോണ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. റോഡ്രിയുടെ അന്തിമ തീരുമാനം മാഞ്ചസ്റ്റർ സിറ്റിയെ അറിയിക്കുന്നതോടെയായിരിക്കും അടുത്ത നിർണായക ഘട്ടം. ബാഴ്സലോണ ഇതിനകം തന്നെ അദ്ദേഹത്തിനെ സമീപിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, റോഡ്രിയും ബാഴ്സലോണയിലേക്ക് വരാനായിട്ട് ഇപ്പോൾ താല്പര്യം കാണിക്കുന്നുമുണ്ട്. റോഡ്രി ബാഴ്സ ഡയറക്ടർ ഡെക്കോയുമായും അതുപോലെ തന്നെ ഹാൻസി ഫ്ലിക്കുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ ബാഴ്സലോണയ്ക്ക് ഗ്രീൻ ലൈറ്റ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ബാഴ്സലോണ ക്ലബ്ബുകൾ തമ്മിലുള്ള ചർച്ചകൾക്കായി മാഞ്ചസ്റ്റർ സിറ്റിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുമുണ്ട്. അടുത്തൊരു വാർത്ത ISL കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പുതിയ ഉടമസ്ഥരാരാകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. നിലവിൽ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് പുതിയ നിക്ഷേപകർ നിലവിൽ ആദ്യഘട്ട രേഖകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ക്ലബിന്റെ സാമ്പത്തികവും നിയമപരമായ രേഖകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ രേഖകൾ. നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമകളായ മാഗ്നത്തിന് സുപ്രീം കോർട്ടിൽ കേസ് നിലനിൽക്കുന്നതിന് കരാർ പൂർത്തിയാക്കാൻ സുപ്രീം കോടതിയുടെ അനുമതിയും ആവശ്യമാണ്. ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.